ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. നാളത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കെമിസ്ട്രിയിലൊരു ക്വസ്റ്റ്യനാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, K2Cr2O7. അതിൽ Crൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെത്തേഡ് മാത്രം ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതായത് മക്കളെ, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ എന്ത് ചെയ്താൽ മതി, എണ്ണം ഇൻറ്റു ചാർജ് ചെയ്താൽ മതി. ഓക്കെ, എണ്ണം ഇൻറ്റു ചാർജ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ എലമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും? K കാണാൻ പറ്റും, 2 K ഉണ്ട്, 2 Cr ഉണ്ട്, 7 ഓക്സിജൻ ഉണ്ട് അല്ലേ. അതാണ് ഇവിടെ എണ്ണം എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 Kൻ്റെയും 2 Crൻ്റെയും 7 Oയുടെയും എന്ത് ചെയ്യണം? എണ്ണം ഇൻറ്റു ചാർജ് പ്ലസ് എണ്ണം ഇൻറ്റു ചാർജ് പ്ലസ് എണ്ണം ഇൻറ്റു ചാർജ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കെയും തന്നിട്ടുണ്ട്, ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Crൻ്റെ ഓക്സിഡേഷൻ നമ്പർ ആയതുകൊണ്ട് Crൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഞാൻ എന്തായിട്ട് കൊടുക്കുകയാണ്? X ആയിട്ട് കൊടുക്കുകയാണ്. കെയിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അവർ തന്നിട്ടുണ്ട്, +1 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ അവർ തന്നിട്ടുണ്ട്, എത്രയാണ്? -2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് എണ്ണം ഇൻറ്റു ചാർജ് പ്ലസ് എണ്ണം ഇൻറ്റു ചാർജ് പ്ലസ് എണ്ണം ഇൻറ്റു ചാർജാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക എത്ര K ഉണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, 2 K ഇൻറ്റു ഇനി Kൻ്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. Kൻ്റെ ചാർജ് +1 ആണ്, പ്ലസ് എണ്ണം ഇൻറ്റു ചാർജ് വീണ്ടും ചെയ്യുക. അതായത് Cr 2 Cr ആണ്. അപ്പോൾ എണ്ണം 2 ഇൻറ്റു Crൻ്റെ ചാർജ് നമ്മൾ സങ്കല്പിച്ചത് X ആയിട്ടാണ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു X പ്ലസ് എണ്ണം ഇൻറ്റു ചാർജ് വീണ്ടും ചെയ്യുക. എത്ര ഓക്സിജൻ ഉണ്ട്? 7 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഓക്സിജൻ എത്ര എണ്ണം? 7 എണ്ണം ഇൻറ്റു അതിൻ്റെ ചാർജ് ചെയ്യുക -2 ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 ഇൻറ്റു +1 എന്ന് പറയുമ്പോൾ 2 ആണ്, 2 ഇൻറ്റു X എന്ന് പറയുമ്പോൾ 2X ആണ്. അതുപോലെ 7 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ -14 ആണ്, ഈക്വൽ ടു 0. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ -14 അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് കിട്ടും 2 + 2X എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, +14 എന്ന് കിട്ടി. ഓക്കെ, അതായത് ഈ -14 അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ +14 ആയി, അത്രയേ ഉള്ളൂ. യെസ്. ഇനി ഇവിടെ +2 ഉണ്ട് അല്ലേ. ഈ +2 അപ്പുറത്തേക്ക് കൊണ്ടുപോകും നിങ്ങൾ. യെസ്, അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 2X എന്ന് പറയുന്നത് 14 - 2 അഥവാ 12 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 2X ആണ് കിട്ടിയത്, എത്രയാണ്? 12 ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. 2X ആണ് 12 ആയിട്ട് കിട്ടിയത്. അപ്പോൾ X കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 12/2 ചെയ്യണം. അപ്പോൾ 12/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +6 എന്ന് വരും. അപ്പോൾ അവിടെ നമുക്ക് Xൻ്റെ വാല്യൂ കിട്ടി, +6 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ +6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X ആയിട്ട് നമ്മളിവിടെ സങ്കല്പിച്ചത് Crൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ്. അപ്പോൾ Crൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? +6 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ക്ലിയർ ആണല്ലോ? യെസ്. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? Mn2O3 ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ Mn2O7 ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് KMnO4, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു KMnO4. ഇത്രയും വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ മക്കളെ, Mn2O3 ഓക്സിജൻ്റെ നമുക്കറിയാം അല്ലേ, ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയാം, -2 ആണെന്നറിയാം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് Mnൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ്. അതുകൊണ്ട് ഞാൻ Mnൻ്റെ ഓക്സിഡേഷൻ നമ്പറിനെ ഞാൻ എന്തായിട്ട് എടുത്തു? X ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എണ്ണം ഇൻറ്റു ചാർജാണ് നമ്മൾ ചെയ്യേണ്ടത്. 2 ഇൻറ്റു X. അതെങ്ങനെ നമുക്ക് 2 ഇൻറ്റു X കിട്ടിയത്? എടാ, എണ്ണം ഇൻറ്റു ചാർജ് 2 ഇൻറ്റു X. പറഞ്ഞു മനസ്സിലായോ? യെസ്. പ്ലസ് ഇനി 3 ഇൻറ്റു -2 എണ്ണം ഇൻറ്റു ചാർജ് വീണ്ടും ചെയ്തു, ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു X എന്ന് പറയുമ്പോൾ 2X കിട്ടും. അതുപോലെ തന്നെ 3 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ -6 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കിട്ടി 2X ഈക്വൽ ടു +6, X ഈക്വൽ ടു 6/2 അഥവാ +3 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ Xൻ്റെ വാല്യൂ എന്ത് കിട്ടി? +3 എന്ന് കിട്ടി. അതായത് ഇവിടെ Mn2 അല്ലെങ്കിൽ Mnൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ +3 ആണെന്നുള്ളത് നിങ്ങൾ തെറ്റിക്കാതെ നാളത്തെ എക്സാമിന് ചെയ്ത് വെക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേഷൻ നാളത്തെ നിങ്ങൾ തെറ്റിക്കരുത്. നാളെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? തെറ്റിക്കാൻ പാടില്ല. നാളത്തെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേഷൻ.